നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നന്ദു, ദാ സാനിയ മേഡം വന്നിരിക്കുന്നു. ഇരിക്കും മാം. ഇതേ അവൾക്കുള്ള മെഡിസിൻസാ. നിന്റെ പ്രശ്നനെ അറിയാൻ നാട്ടിൽ ആരും ബാക്കിയില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി വന്നതിന്റെ ബാക്കിയായി ശ്രീ എന്നോട് കുറെ ചൂടായി. ശ്രീയോട് ഈ കാര്യങ്ങളൊന്നും അച്ഛനമ്മയും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. ആകെ സീനായി. എല്ലാരും അറിഞ്ഞ സ്ഥിതിക്ക് നീ എന്തിനി ഒളിവിൽ കഴിയുന്നത്? ഇനിയെങ്കിലും നിനക്ക് തിരിച്ചു വീട്ടിലേക്ക് വന്നൂടെ? വരുന്നതിൽ കുഴപ്പമുണ്ടായിട്ടല്ല ഏടത്തി. ഞാൻ വന്നാൽ ആ നിമിഷം മുതൽ എല്ലാവരും കൂടെ എന്നെ ആ അബോഷന്റെ കാര്യം പറഞ്ഞ് പ്രശ്നമാക്കും. നിധിയേട്ടൻ ഒരിക്കലും എന്നെയും കുഞ്ഞിനെയും ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. അപ്പൊ പിന്നെ എന്റെ ഏക പോംവഴി അബോഷൻ മാത്രമാണ്. അങ്ങനെ എന്റെ വീട്ടുകാര് ഈ കുഞ്ഞിനെ ജനിക്കാൻ അനുവദിക്കില്ല. എനിക്ക് ഈ കുഞ്ഞിനെ വേണം ഏട്ടത്തി. ഈ കുഞ്ഞും കൂടെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും അല്ലെങ്കിലും. സത്യം പറഞ്ഞ ഇതിന്റെ കാര്യം ആലോചിക്കുമ്പോ കഷ്ടം തോന്നുന്നു മാഡം. കൊച്ചിന്റെ അച്ഛനും അവളെ വേണ്ട, സ്വന്തം വീട്ടുകാരായിട്ട് സഹകരിക്കാൻ അവള് തയ്യാറാവുന്നുമില്ല. പ്രസവം കഴിഞ്ഞ അവൾ ഈ കൊച്ചിനെ കൊണ്ട് എന്ത് ചെയ്യും മാഡം? ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. മാഡം അവളെ കാര്യമായിട്ടൊന്ന് ഉപദേശിക്കണം. ഗിരി എന്താ ഓർത്തിരിക്കുന്നത്? നന്ദുന്റെ നിതീഷിന്റെ കാര്യമാണോ? അല്ല, ഞാൻ അച്ഛനെ കുറിച്ച് ഓർക്കായിരുന്നു. എന്തു പറ്റി ഇപ്പൊ പെട്ടെന്ന് അച്ഛനെ കുറിച്ച് ഓർക്കാൻ? അച്ഛനായിരുന്നു എനിക്കെല്ലാം. അതെനിക്കറിയാം. അന്ന് ഗിരി അച്ഛന്റെ ആണ്ടുവലിക്ക് പോകുമ്പോ കാറിൽ എന്റെ അമ്മ ഓടിച്ച വണ്ടി തട്ടിയിട്ടുണ്ടായ പുകയിലൊക്കെ ഞാൻ ഇടയ്ക്കിടെ ഓർക്കാറുണ്ട്. അവിടെ നിന്നൊക്കെ നമ്മൾ എത്ര ദൂരം ഇങ്ങോട്ട് പോകുന്നു അല്ല ഗിരി? അതെ, അച്ഛൻ ചൊല്ലിത്തന്ന പാഠങ്ങളാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. അച്ഛന്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും ആജ്ഞകൾ പോലെ ശിരസാ വഹിച്ചവനാണ് ഞാൻ. അച്ഛൻ പറയുന്നതിനപ്പുറം ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഒരിക്കലും. അറിയാം. എന്താ ഗിരി, എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചിന്തിക്കുന്നത്? എന്റെ അച്ഛനെ എന്റെ ജീവിതത്തിൽ നടത്തിയെടുത്തതിന് പിന്നിൽ, അങ്ങനെ സംഭവിച്ചതിന് പിന്നിൽ വിധിയല്ല, മറ്റാരോ ആയിരുന്നു എന്നൊരു തോന്നൽ. അല്ല, വെറും തോന്നലല്ല, ബലമായ സംശയമുണ്ട് എനിക്ക്. അതാരാണെന്ന് എനിക്ക് കണ്ടെത്തണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.